നമസ്കാരം. അടുത്ത വ്യാകരണ പാഠത്തിലേക്ക് സ്വാഗതം. ഷഷ്ടി വരെയുള്ള വിഭക്തികൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് സപ്തമി വിഭക്തിയെപ്പറ്റി ബാലപ്രബോധനത്തിൽ പറയുന്നത് എന്തെന്ന് പരിശോധിക്കാം. അവസാനം പഠിച്ച 17-18 ശ്ലോകങ്ങളും ഇനി പഠിക്കാൻ പോകുന്ന 19-ാം ശ്ലോകവും ഒരാവർത്തി കേട്ടുകൊണ്ട് ഇന്ന് ആരംഭിക്കാം. നമസ്കരിച്ചേൻ വൃക്ഷത്തിനായിക്കൊണ്ട് ചതുർത്ഥ്യപി വൃക്ഷാഗ്രാത് കുസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രത്തിങ്കൽ നിന്നഥാ പൂവീണെന്നഥാ വൃക്ഷസ്യ ശാഖാ ചാത്യന്തമുന്നതാ വൃക്ഷത്തിൻ്റെ കൊമ്പുമേറ്റം ഉയർന്നെന്നതു ഷഷ്ഠ്യപി പക്ഷി വൃക്ഷേ സ്ഥിത പക്ഷി വൃക്ഷത്തിങ്കലിരുന്നിതു ഹേ വൃക്ഷ ത്വം കമ്പസേ കിം ഇതി സംബോധനാപി ച. പഞ്ചമി ഷഷ്ടി വിഭക്തികളെപ്പറ്റി പറയുന്ന 17-18 ശ്ലോകങ്ങൾക്ക് പിന്നാലെ 19-ാം ശ്ലോകത്തിലാണ് സപ്തമി വിഭക്തിയുടെ പ്രയോഗം എങ്ങനെയെന്ന് കവി വ്യാകരണ ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷി വൃക്ഷേ സ്ഥിത പക്ഷി വൃക്ഷത്തിങ്കലിരുന്നിതു എന്ന് കവിവാക്യം. വൃക്ഷേ എന്നാൽ വൃക്ഷത്തിൽ എന്നും, സ്ഥിത എന്നാൽ സ്ഥിതി ചെയ്യുന്നു അഥവാ ഇരിക്കുന്നു എന്നുമാണ് അർത്ഥം. അതായത് പക്ഷി വൃക്ഷത്തിൽ ഇരിക്കുന്നു എന്ന് അർത്ഥം പറയാം. ഇനി 19-ാം ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. പക്ഷി വൃക്ഷേ സ്ഥിത പക്ഷി വൃക്ഷത്തിങ്കലിരുന്നിതു ഹേ വൃക്ഷ ത്വം കമ്പസേ കിം ഇതി സംബോധനാപി ച. ഇവിടെ സപ്തമി വിഭക്തിയുടെ അർത്ഥം ശ്ലോകത്തിൻ്റെ ആദ്യ പാദത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. പക്ഷി വൃക്ഷേ സ്ഥിത എന്നാൽ പക്ഷി വൃക്ഷത്തിൽ ഇരിക്കുന്നു എന്ന് അർത്ഥം വരുന്നു. സപ്തമി വിഭക്തിയിൽ വൃക്ഷേ എന്ന ശബ്ദം വൃക്ഷത്തിൽ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. സപ്തമി വിഭക്തിയുടെ അർത്ഥം അതിൽ നിന്ന്, അതിൽ വച്ച് എന്നൊക്കെയാണ്. അതിനാൽ ഇവിടെ വൃക്ഷേ എന്ന ശബ്ദത്തിന് വൃക്ഷത്തിൽ എന്ന് അർത്ഥം വരുന്നു. ഇപ്രകാരം വൃക്ഷത്തിൽ അല്ലെങ്കിൽ വൃക്ഷത്തിങ്കൽ എന്ന പ്രയോഗത്തിലൂടെ സപ്തമി വിഭക്തി പ്രയോഗം കവി വ്യക്തമാക്കി തരുന്നു. ഈ ശ്ലോകത്തിൻ്റെ 2-ാം പാദം സംബോധനാ വിഭക്തിയെ പറ്റിയാണ്. അതേപ്പറ്റി അടുത്ത പാഠത്തിൽ പരിശോധിക്കാം. അവസാനം പഠിച്ച ചില ശ്ലോകങ്ങൾ ഒരാവർത്തി കൂടെ കേൾക്കാം. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം. അതെന്നു പ്രഥമയ്ക്കർത്ഥം, ദ്വിതീയയ്ക്കതിനെ പുനഃ അതിനോടതിലേക്കെന്നും ദ്വിതീയയ്ക്കർത്ഥമായി വരും. തൃതീയ ഹേതുവായിക്കൊണ്ടാലോടൂടെ എന്നപി ആയിക്കൊണ്ടു ചതുർത്ഥി ച സർവത്ര പരികീർത്തിത. അതിങ്കൽ നിന്നു പോക്കേക്കാൾ ഹേതുവായിട്ടു പഞ്ചമി ഇക്കുമിന്നുമുടെ ഷഷ്ഠിക്കതിൻ്റെ വെച്ചുമെന്നപി. അതിങ്കൽ അതിൽ വെച്ചെന്നും വിഷയം സപ്തമീ മത വിഭക്ത്യർത്ഥങ്ങളീ വണ്ണം ചൊല്ലുന്നു പല ജാതിയും. വൃക്ഷ തിഷ്ടത്യസൗ വൃക്ഷം നിൽക്കുന്നു വൃക്ഷമാശ്രയേ വൃക്ഷത്തെ ആശ്രയിക്കുന്നേൻ വൃക്ഷേണ ദ്വിരതോ ഹത. വൃക്ഷത്താൽ ആന കൊല്ലപ്പെട്ടെന്നീ വണ്ണം തൃതീയയും. നമശ്ചകാര വൃക്ഷായ ശാഖാ സംരുബ്ധ ഭാസ്വതേ. നമസ്കരിച്ചേൻ വൃക്ഷത്തിനായിക്കൊണ്ട് ചതുർത്ഥ്യപി വൃക്ഷാഗ്രാത് കുസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രത്തിങ്കൽ നിന്നഥാ പൂവീണെന്നഥാ വൃക്ഷസ്യ ശാഖാ ചാത്യന്തമുന്നതാ വൃക്ഷത്തിൻ്റെ കൊമ്പുമേറ്റം ഉയർന്നെന്നതു ഷഷ്ഠ്യപി. പക്ഷി വൃക്ഷേ സ്ഥിത
പക്ഷിവൃക്ഷത്തിങ്കലിരുന്നിതു. ഹേ വൃക്ഷ ത്വം കമ്പസേ കിം ഇതി സംബോധനാപി ച.